നമുക്കിന്ന് നമ്മുടെ അച്ചായൻ സ്റ്റൈൽ നല്ല ടേസ്റ്റുള്ള വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കി നോക്കിയാലോ. വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വാങ്ങിയതാണ് 1/2 കിലോ വെണ്ടയ്ക്ക. നന്നായി കഴുകി വൃത്തിയാക്കി ഈ സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കിലോ ഉണ്ട്. കണ്ടോ, സൈസ് കണ്ടോ, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിന് വേണ്ടതാണ് 1/2 മുറി തേങ്ങ ചിരവിയത്, 1/4 ലിറ്റർ തൈര് മിക്സിയിൽ നന്നായി ഉടച്ചെടുത്തത്, 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ലിറ്റർ വെള്ളം തേങ്ങാപ്പാൽ പിഴിയുന്നതിന് വേണ്ടിയാണ്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 7 പച്ചമുളക് നടുവേ പിളർന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 12 വെളുത്തുള്ളി നടുവേ പിളർന്നത്, 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 6 ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തത്, 4 തണ്ട് കരിവേപ്പില, 150 ഗ്രാം ചെറിയ ഉള്ളി, ഇതുപോലെ തൊലി മാത്രം പൊളിച്ച് ഉള്ളി, ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ്, ചെറിയൊരു ബൗള്, 3 മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വച്ചിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അച്ചായൻ സ്റ്റൈൽ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടത്. അച്ചായ, വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അച്ചായൻ ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുന്നു. ആദ്യം അച്ചായൻ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കുന്നു. വെണ്ടയ്ക്ക വാട്ടുന്നതിനായി കുഴുവുള്ള ചീഞ്ചട്ടി അടുപ്പേൽ വെച്ചു. ചീഞ്ചട്ടി ചൂടായി വരുന്നു. ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു, പകുതി ഒഴിച്ചാൽ മതി. മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, വെണ്ടയ്ക്ക ഇടുന്നു. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ അല്ലേ അച്ഛാ? ചെറുതായിട്ട് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. ഇറക്കി കൊടുത്തേ. ഈ എണ്ണയ്ക്കകത്ത് അതൊന്ന് വാടി ശരിക്കും നിറം മാറണ്ട, ചെറുതായിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് അല്ലേ അച്ഛാ? വഴുവഴുപ്പുണ്ട് കണ്ടോ, ആ വഴുവഴുപ്പുള്ള ആ ഗം പോലെയുള്ള പച്ചപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോ. കണ്ടോ, അത് അതിൻ്റെ ആ വഴുവഴുപ്പ് അല്ലേ അച്ഛാ? വഴുവഴുപ്പ് മാറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒത്തിരി നേരം ശരിക്കും വാട്ടുന്നില്ല, ചെറുതായിട്ടൊന്ന് വാട്ടുന്നേ ഉള്ളൂ. പാകം കാണിക്കാം. ഇനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, കരിഞ്ഞു പോകരുത്, അടിയിൽ പിടിക്കരുത്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരു 5-6 മിനിറ്റ് വേണം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി. അപ്പം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറാൻ കിട്ടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയാണ്. ചെറുതായിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയമേ വാട്ടുള്ളൂ. കംപ്ലീറ്റ് നിറം മാറുന്നോണം വരെ വാട്ടുന്നില്ല. ഇപ്പോൾ കുറേശ്ശെ വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ആകുമ്പോൾ നമ്മൾ നിർത്തി ഇത് കോരിയെടുക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ വെണ്ടയ്ക്കയുടെ പച്ചപ്പൊക്കെ പോയ കണ്ടോ? പച്ചപ്പൊക്കെ പോയി. മറ്റേ ഗമ്മ് പോലെ ഒരു നാര് പോലെ വരുന്നുണ്ടായിരുന്നു, അത് പോയി കേട്ടോ. ഇപ്പം വാങ്ങാറായോ കേട്ടോ? ഇനി കോരിയെടുക്കുക കേട്ടോ. ആ പച്ചപ്പ് പോയി കഴിയുമ്പോൾ കോരിയെടുക്കുകയാണ്. കോരിയെടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഗമ്മ് പോലെ വരുന്ന, ആ നൂല് പോലെ വെണ്ടയ്ക്കയുടെ മുറിച്ചതിനകത്തുനിന്ന് വരുന്ന, അത് മാറുന്നോണം വരെ മാത്രം വാട്ടിയാൽ മതി. കാരണം വെണ്ടയ്ക്കയുടെ ആ തനത് ടേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതിൻ്റെ ആ ഒരു പച്ചപ്പും ആ പച്ചപ്പും ഒക്കെ മാറാൻ വേണ്ടിയാണ് എണ്ണയ്ക്കകത്ത് വാട്ടിയത്. ഓക്കെ, പൂർണ്ണമായി കോരിയെടുത്തു. ഇനി ഈ ചട്ടിയിൽ എണ്ണയിലോട്ട് തന്നെ 150 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അത് അരിഞ്ഞില്ല, ഉള്ളി തൊലി പൊളിച്ചത് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ടാൽ മതി. ഇനി വാട്ടിയെടുക്കുന്നു, ചെറുതായിട്ട് വാട്ടിയെടുക്കുന്നു. ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വാടിയിട്ട് എടുക്കുന്നത്.
ഈ ഉള്ളി ശരിക്ക് വാടിയിട്ടേ ഉള്ളൂ നമ്മൾ എടുക്കുകയുള്ളൂ. വെണ്ടയ്ക്ക ആ പശപ്പ് പോകുന്നോടം വരെയേ ഉള്ളൂ വാട്ടിയേ ഉള്ളൂ. പക്ഷേ ഉള്ളിയുടെ കാര്യം അങ്ങനെയല്ല. ഉള്ളി കളറ് മാറുന്നോളം, അതായത് ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വാട്ടണം. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് നമ്മൾ ഇട്ടത്, അല്ലേ അച്ഛാ? എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇട്ടത്. ഒന്ന് വാടി കിട്ടട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ നിറം ബ്രൗൺ ആവുന്നോടം വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക. അതായത് ഉള്ളി വാടി വരുന്നുണ്ട്. ഒന്നും കൂടെ ശരിക്ക് വാടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഇളക്കി കൊടുത്തേ. ഇപ്പോൾ ഉള്ളി വളരെ പെട്ടെന്ന് ബ്രൗൺ കളർ ആയിക്കോളും. ഉള്ളി ശരിക്ക് വാടണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ബ്രൗൺ കളറ് ആകണം. ഉള്ളി ബ്രൗൺ കളറായി. ഇനി അത് കോരിയെടുക്കുന്നു. വെണ്ടയ്ക്ക കോരി എടുത്തവർ തന്നെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായ ശേഷം കോരിയെടുക്കുന്നു. പൂർണ്ണമായി കോരിയെടുക്കുന്നു. ഉള്ളി വാട്ടിയെടുത്ത ചീൻചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് വേണം വീണ്ടും നമ്മൾ അരപ്പുണ്ടാക്കാൻ വേണ്ടി. ചീൻചട്ടി ചൂടായി വരുന്നു. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. മിച്ചമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തല്ലോ. പകുതി വെളിച്ചെണ്ണ നമ്മൾ വാട്ടാനെടുത്ത് ബാക്കി പകുതി വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്നു. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടുന്നു. അതിലോട്ട് 12 വെളുത്തുള്ളി നടുവേ പിളർന്ന് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം വെളുത്തുള്ളി, കടുക്, ഇഞ്ചി ഇത്രയും കാര്യങ്ങളിട്ട് ഇനി നമുക്ക് പച്ചമുളക് 7 പച്ചമുളക് നടുവേ പിളർന്നത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തേ. കാണിച്ചേ. ആ 7 പച്ചമുളക്. പച്ചമുളക് പ്രത്യേകം നടുവേ പിളർന്നിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വളരെ നിങ്ങൾ നടുവേ പിളർന്ന് മാത്രമേ ഉള്ളൂ പച്ചമുളക് ഇടാവുള്ളൂ. എൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി ഇതിലോട്ട് കറിവേപ്പില 2 ഇതൾ കറിവേപ്പില കാണിച്ച് 2 ഇതൾ കാണിച്ച് 2 ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇട്ടോ, ഉരിഞ്ഞങ്ങോട്ട് ഇട്ട്. ഓക്കെ, എന്നിട്ട് ഇളക്കിക്ക്. കറിവേപ്പില ഇട്ട് ഇളക്കി. ഇതിലോട്ട് 3 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞിടുന്നു. ഇട്ടോ 3 മീഡിയം സൈസ് സവോളയാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്. അത് ഇടുന്നു. ഇളക്കി കൊടുത്ത് വാടി കിട്ടണം. നന്നായിട്ട് വാഴണം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി. ഇനി നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചപ്പെല്ലാം അങ്ങോട്ട് മാറാൻ വേണ്ടിയാണ്. പച്ചപ്പ് മാറാൻ വേണ്ടി, സവോള പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇട്ട ഉപ്പൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. നമ്മൾ ചെറിയ ഉള്ളി വാടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പിട്ട്, ഇപ്പോഴും 1/4 ടീസ്പൂൺ ഉപ്പിട്ട്, അത് നമ്മുടെ ഓർമ്മയിൽ വേണം. അല്ലെങ്കിൽ അവസാനം കറിക്ക് ഉപ്പ് കൂടിപ്പോകും. നന്നായിട്ട് വാടി കിട്ടണം. ബ്രൗൺ കളർ ആകണ്ട വെച്ചാൽ നന്നായിട്ട് വാടി ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചപ്പങ്ങ് മാറാനാണ്. പച്ചപ്പ്, അതായത് അല്ലെങ്കിൽ പച്ച ചവയ്ക്കും മപ്പാസിന്. നല്ല ടേസ്റ്റി ആയിട്ട് വെണ്ടയ്ക്ക മപ്പാസ് കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് വാടി കിട്ടണം. ഏതാണ്? സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വാടി കിട്ടണം. ഒന്ന് മൂടി വെച്ച് അത് 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കൂടുമ്പം ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ തങ്കം കയറുക എന്ന് പറയും. അതായത് അതിന് കരിഞ്ഞ ചുവ വരും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. സവോള അരപ്പിങ്ങനെ സവോള വാട്ടുമ്പോൾ ഒന്നും അടിയിൽ പിടിക്കരുത്. നമുക്കിനി ഒന്ന്
പാത്രം കൊണ്ടൊന്ന് മൂടി വെക്കാം. എങ്കിലും 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. ഓക്കെ, മൂട്. അടപ്പ് പൊക്കി ഇളക്കി കൊടുക്കുന്നു. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. കണ്ടോ, നമ്മുടെ മുളകിൻ്റെയൊക്കെ കളറ് മാറി വരുന്നുണ്ട്. പച്ചമുളകിൻ്റെ സവോള ഒരുമാതിരി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ബ്രൗൺ കളറാകുമ്പോൾ ഏകദേശം കളർ മാറിയില്ലേ? ലേശവും കൂടെ വെന്തോട്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്, വാടിക്കോട്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഏകദേശം ബ്രൗൺ കളറായി വന്നു, സ്വല്പവും കൂടെ വാടത്തെന്ന് പറഞ്ഞു. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നന്നായിട്ടൊന്ന് ഇരിക്കും. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി അരപ്പ് റെഡിയാക്കാം. അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളെടുത്ത് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴമ്പ് പോലെ ആക്കും. അപ്പോൾ ഈ ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുന്നു. ഗരം മസാല ഇട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു. 6 ഏലക്ക പൊടിച്ചത് ഇടുന്നു. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തേ. അരപ്പ് കരിഞ്ഞു പോകാതിരിക്കാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് അച്ചായൻ ടെക്നിക്ക്, അച്ചായൻ സ്റ്റൈലാണ് അച്ചാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം അച്ചാൻ കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് ഈ പാത്രവും കൂടെ കഴുകി ഒട്ടും പൊടി നഷ്ടപ്പെടാതെ ഒഴിക്കും. അല്ലേ അച്ഛാ? സ്റ്റൈല അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോകും. അരപ്പിട്ട് കൊടുക്കും. അരപ്പിട്ടെ. അരപ്പ് ചേർത്ത് കൊടുക്കും. ഇളക്ക് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ലേശം വെള്ളവും കൂടെ പാത്രത്തിലുള്ള അരപ്പും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അരപ്പിൻ്റെ ആ ഒരു പച്ചപ്പങ്ങ് മാറട്ടെ. കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ഗരം മസാലയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചപ്പങ്ങ് മാറട്ടെ. നന്നായിട്ട് ഇളക്കി. ഈ സൈഡും കൂടെ ചേർത്തിളക്കി. ഈ സൈഡ് ഇളക്ക്. നന്നായിട്ട് അങ്ങോട്ട് അരപ്പങ്ങോട്ട് ചൂടാകട്ടെ. അതിൻ്റെ ആ പച്ചപ്പങ്ങ് മാറിക്കിട്ടണം. ഇതാണ് നമ്മുടെ അച്ചായൻ സ്റ്റൈൽ മപ്പാസിൻ്റെ പകുതി ടൈം കഴിഞ്ഞു. ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാറുണ്ടല്ലേ അച്ഛാ? ഉള്ളി ചേർക്കാറുണ്ട്, വെണ്ടയ്ക്ക ചേർക്കാറുണ്ട്. അരപ്പൊന്ന് ചൂടായിക്കോട്ടെ. നന്നായിട്ട് ഇളക്കി അരപ്പ് നന്നായിട്ട് ചൂടാക്കുന്നു. കാരണം ജലാംശം വലിയാൻ വേണ്ടിയാണ്, അതിനെ പച്ചപ്പ് മാറാൻ വേണ്ടിയാണ് അരപ്പ് ഇതുപോലെ ഡ്രൈ ആക്കുന്നത്. പ്രത്യേകം സൂക്ഷിക്കുക, ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരു കാരണവശാലും അടി പിടിക്കരുത്. അടി പിടിച്ച കങ്ങം കയറും. അത് അരപ്പിൻ്റെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതിങ്ങനെ പറ്റി വരുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കണം. നന്നായിട്ട് അത് ശരിക്കും അങ്ങോട്ട് പിടിക്കട്ടെ. സബോളയിലോട്ട് എല്ലാം അങ്ങോട്ട് പിടിച്ചിറങ്ങട്ടെ അരപ്പ്. ഈ അരപ്പിലോട്ട് തേങ്ങ പിഴിഞ്ഞ 2ാം പാല് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. സ്വല്പവും കൂടെ ഡ്രൈ ആകാനുണ്ട്, സ്വല്പവും കൂടെ വാടാനുണ്ട്, അരപ്പ് മൂക്കാനുണ്ട്. സ്വല്പവും കൂടെ ആ സബോളയിലോട്ട് പിടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങ പിഴിഞ്ഞ് 2ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒരു 1/4 ലിറ്റർ വരും. 2ാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു തേങ്ങ പിഴിഞ്ഞ 2ാം പാൽ ഒഴിച്ചു കൊടുക്കും അരപ്പിലോട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത്
ഇളക്കി കൊടുക്കുന്നു നല്ല. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇത് തിളക്കട്ടെ. തിളയ്ക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കാൻ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തിളയ്ക്കാൻ വേണ്ടി നോക്കി നിൽക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷമാണ് ഇതിലോട്ട് വെണ്ടയ്ക്കായും നമ്മുടെ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും അവസാനമാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത്. അപ്പം ഒന്ന് നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി വാട്ടി വെച്ച ഉള്ളി ഇട്ടു. ഉള്ളി ഇട്ട് ഇളക്കും. ഉള്ളി ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. ആദ്യം ഉള്ളിയാണ് ഇടേണ്ടത്. അതാണ് അച്ചായൻ സ്റ്റൈല്, വെണ്ടയ്ക്ക മപ്പാസിൻ്റെ സ്റ്റെപ്പ്. നിങ്ങളും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. പഴയ സ്റ്റൈലാണെന്ന് അച്ചായൻ പറഞ്ഞത്. അച്ചായൻ്റെ വല്യമ്മ ഉണ്ടാക്കി കൊടുത്താന്ന് അച്ചായൻ പറഞ്ഞു. അന്ന് പഠിച്ചാന്ന് പറഞ്ഞു. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം ഇളക്കി. ഇത് തിളച്ച് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 1 മിനിറ്റ് തിളക്കട്ടെ. നന്നായിട്ട് ഉള്ളി ഇട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതിനകത്ത് കിടന്ന് ഉള്ളിയിലോട്ട് ആ അരപ്പെല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ. പിടിച്ച ശേഷം നമുക്ക് നന്നായിട്ടിരുന്ന് പിടിക്കുക. തിളക്കട്ടെ അങ്ങനെ തിളച്ച് ഉള്ളിയിലോട്ട് അതിൻ്റെ മസാല അങ്ങോട്ട് പിടിക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ശരിക്കൊന്ന് വെന്ത് അതിലോട്ട് അരപ്പെല്ലാം അങ്ങ് പിടിക്കട്ടെ. കാരണം ഉള്ളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്, നമ്മൾ അരിഞ്ഞല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇച്ചിരി സമയം കൊടുക്കണം അതിനോട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. തിളക്കട്ടെ. ഇനി വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നു. വെണ്ടയ്ക്ക ഇട്ടു. ഓക്കെ, വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നു. ഇളക്കിക്ക്. വെണ്ടയ്ക്കായിട്ട് വാട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്കായിട്ട് ഇളക്കുന്നു. കണ്ടോ, ആ വെണ്ടയ്ക്കയുടെ ആ ഒരു ടെക്സ്ചർ പോയിട്ടില്ല വാട്ടിയാലും. ഇല്ല അച്ഛാ, അച്ഛൻ്റെ സ്റ്റൈലാണത്. കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മട്ടൻ പോലെ ഇരിക്കുന്നു അല്ലേ. മട്ടൻ മപ്പാസ് കഴിക്കുന്ന പോലെയാണ് അച്ഛൻ്റെ വെണ്ടയ്ക്ക മപ്പാസ് കഴിച്ചു കഴിഞ്ഞാൽ. അടിപൊളി. ഇനി അവിടെ ഇരുന്ന് ശരിക്കും അങ്ങോട്ട് പിടിക്കട്ടെ മസാല ആ വെണ്ടയ്ക്കയുടെ അകത്തോട്ട് സൂക്ഷിക്കണം. ഇനി 2 ഇതള് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇട്ടോ, പൂർത്തി അങ്ങോട്ട് കറിവേപ്പില അവസാനം എസൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് തൈര് ഒഴിക്കാനുണ്ട്, ഒന്നാം പാൽ ഒഴിക്കാനുണ്ട്. 2 കാര്യങ്ങൾ കൂടെ കിടപ്പുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തേ. കരിവേപ്പിലയുടെ എസൻസ് ഒക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ വെണ്ടയ്ക്ക കഷ്ണങ്ങളതിലോട്ട് അരപ്പങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറട്ടെ. ശരിക്കും അങ്ങോട്ട് ഇളക്കി കൊടുത്തേ. ആഹാ, ഇന്നും മപ്പാസ്, കോട്ടയം അച്ചായൻ്റെ വെണ്ടയ്ക്ക മപ്പാസ് തകർക്കുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് അച്ഛൻ ഇളക്കി കൊടുക്കുന്നു. 1 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. അച്ഛനിപ്പോൾ ഉപ്പ് നോക്കി ലേശം ഉപ്പും കൂടി ഇട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് മോരൊക്കെ ഒഴിക്കാനുള്ള, തൈരൊക്കെ ഒഴിക്കാനുള്ള. തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കണം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം ഉപ്പിടാൻ. ഒന്നാം പാൽ ഒഴിക്കാൻ കിടക്കുന്നു. ഇപ്പോൾ ഉപ്പിട്ടില്ലെങ്കിലും അവസാനം തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കണം കേട്ടോ, കറക്റ്റാണോ എന്ന്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൈരിൻ്റെ പുളിക്കനുസരിച്ചൊക്കെ ഉപ്പ് ചേർക്കണം കേട്ടോ. നന്നായിട്ടിരുന്നൊന്ന് അരപ്പും മസാലയൊന്നും പിടിക്കട്ടെ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ സമയമായി. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു.
ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണോ? തിളക്കണ്ട. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായാൽ മതി. നല്ല ടേസ്റ്റ്, അല്ലെങ്കിൽ ടേസ്റ്റ് പോകും തിളച്ച് പോയി കഴിഞ്ഞാൽ. ഇപ്പം ഒന്നാം പാൽ ഒഴിച്ചു. നന്നായിട്ട് ഇളക്കി കൊടുത്ത്. ഇനി ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്നു. 1/4 ലിറ്റർ തൈര് നന്നായിട്ട് മിക്സിക്കകത്ത് ഉടച്ച് വെച്ചിരുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് കുറഞ്ഞിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. അതിനകത്തോട്ട് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒന്നാം തേങ്ങാപ്പാലൊന്ന് ചൂടായ ശേഷം ആറിയ ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുന്നു. തൈര് ഇനി അധികം തിളയ്ക്കണ്ട, തൈര് പിഴിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബൗളിലെടുത്ത് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം നിങ്ങൾക്ക്. ഉപ്പ് നോക്കി വെച്ചാൽ കറക്റ്റാണോ? തൈരിൻ്റെ പുളിക്കും ഒന്നാം പാലിൻ്റെ ഇതിലും അനുസരിച്ച് കോമ്പിനേഷൻ ശരിയായോ? സ്വല്പം ഉപ്പും കൂടെ വേണം. തൈരിൻ്റെ അനുസരിച്ച് സ്വല്പം ഉപ്പും കൂടെ അച്ഛൻ ഇട്ട് കൊടുത്തു. ഓക്കെ, മതി. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. ഇതിന് ശേഷം നമുക്ക് അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. ബൗളിനകത്ത് എടുത്ത് കേട്ടോ. ഓക്കെ, ഇച്ചിരി ചോറുണ്ട് കാണിക്കണം. ഇന്ന് അച്ഛന് വെണ്ടയ്ക്ക മപ്പാസ് കൂട്ടിയാണ് ചോറ് കേട്ടോ. അപ്പം ഓക്കെ, നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി. കണ്ടോ എത്ര മനോഹരമായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബൗളിലോട്ട് മാറ്റിയ നമ്മുടെ അച്ചായൻ്റെ വെണ്ടയ്ക്ക മപ്പാസ്. കണ്ടോ എന്നാ ടെസ്റ്ററാന്ന് നോക്കി, എന്നാ കളറാ, സൂപ്പർ. നല്ല കൊഴുത്ത ചാറും. മട്ടൻ കറി തന്നെ, മട്ടൻ മപ്പാസ് പോലെ തന്നെ ഇരിക്കുന്നു. നമ്മുടെ അച്ചാനെ കൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അച്ചാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കൂട്ടി കഴിക്കുന്നത്. നല്ല ചാറ്. ഒന്ന് പൊക്കി കാണിച്ച് വെച്ചാൽ ഒന്ന് കാണിച്ച്. ആഹാ, അടിപൊളി. നല്ല ടേസ്റ്റാണ്. ഒന്ന് കഴിച്ച് കാണിച്ച് വെച്ചാൽ. വെണ്ടയ്ക്ക മപ്പാസ് കൂട്ടി അച്ചാൻ കഴിക്കുന്നു. കഴിച്ച്. നല്ല ചൂടാണ് കേട്ടോ, അച്ചാൻ കൈ പൊള്ളുന്നു. ചാറങ്ങോട്ട് കൂട്ടി. ഉള്ളി വെണ്ടയ്ക്കായി അല്ല സൂപ്പറല്ലേ അച്ഛാ? ചപ്പാത്തിയുടെ കൂടെ കൂട്ടാം, ചോറിൻ്റെ കൂടെ കൂട്ടാം, അപ്പത്തിൻ്റെ കൂടെ കൂട്ടാം അല്ലേ അച്ഛാ? ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഉള്ളി വെണ്ടയ്ക്കായി ചാറും എല്ലാം കൂടുമ്പോൾ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും അല്ലേ അച്ഛാ? ബ്രെഡിൻ്റെ കൂടെ കൂട്ടാം അല്ലേ അച്ഛാ? ബ്രെഡിൻ്റെ കൂടെ കൂട്ടാം. സൂപ്പറാ. ബ്രേക്ക്ഫാസ്റ്റിനും കൂട്ടാം, ചോറിനും ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ കൂട്ടാം. സൂപ്പറാ. അച്ഛാ ഒന്ന് കഴിച്ച് കാണിച്ചു വെച്ചാൽ ഒന്നും കൂടെ. സൂപ്പറാ. ഇങ്ങോട്ട് നോക്കിയേ, സൂപ്പറാണോ? അടിപൊളി. ഉള്ളി വെണ്ടയ്ക്കായി. അപ്പം കണ്ടോ, അച്ചാൻ സ്റ്റൈല് വെണ്ടയ്ക്ക മപ്പാസാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് വെച്ച് നോക്കണേ. എനിക്ക് കഴിക്കണം. ഇത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് ചൂടാക്കിയും കഴിക്കാം. എനിക്ക് ചപ്പാത്തി മതി കേട്ടോ അച്ഛാ ഇന്ന്. അപ്പം നിങ്ങൾക്ക് ഇത് കയ്യിലെടുത്ത് വെച്ചാൽ അതിനകത്ത് കയ്യിലെടുത്തേ. ഇത് കണ്ടോ, കൊഴുത്ത ചാറും. മട്ടൻ കറി തോറ്റു പോകും. ഈ നോയമ്പോലത്തൊക്കെ കൂട്ടാൻ നല്ലതല്ലേ? നോയമ്പെടുക്കുന്നവർക്കൊക്കെ നല്ല കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ ഈ മട്ടൻ പോലെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റ്. അച്ഛാ സ്പൂൺ എടുത്ത് മാറ്റിക്കേ കേട്ടോ. ഇവരെല്ലാം ഒന്ന് കാണിച്ചോട്ടെ. കണ്ടോ, വിദേശത്തുള്ളവരൊക്കെ കണ്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഉള്ളിയും കൂടെ ആകുമ്പോൾ നല്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ അച്ചാൻ സ്റ്റൈല്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. Thank you so much.